ബ്ലഡ് സർക്കുലേഷൻ്റെ സാധനങ്ങൾ. നോക്കട്ടെ, അടുത്ത് വെക്ക്. ബ്ലഡ് സർക്കുലേഷൻ്റെ ഇത് ചവിട്ടുക. ഇതിൽ ചവിട്ടി നിന്നിട്ട് കാല് മുന്നോട്ടും വെയ്യോട്ടും പൊന്തിക്കുക. കാല് മുന്നോട്ടും വയ്യോട്ടും ഇങ്ങനെ പിന്നോട്ടും പൊന്തിക്കുക. 10 മിനിറ്റ് ഒരു ദിവസം ഇതാ ഇങ്ങനെ പൊന്തിക്കുക. താഴോട്ടും മേലോട്ടും താഴോട്ടും മേലോട്ടും ഇതാ ഇങ്ങനെ മുൻഭാഗം പൊന്തിക്കുക, പിൻഭാഗം പൊന്തിക്കുക. ഇതാ ഒരു ദിവസം 10 മിനിറ്റ് പകലും 10 മിനിറ്റ് വൈകിട്ടും. ഇതിൻ്റെ ഗുണം ബ്ലഡ് സർക്കുലേഷൻ, പിന്നെ വെരിക്കോസ്, ഇതിനെല്ലാം നല്ല ഇതുണ്ടാകും. തെരുപ്പ്, കൈക്ക് കാലിനെല്ലാം തെരുപ്പ് എല്ലാം മാറും. അതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇതിൽ ഉണ്ട്, അടങ്ങിയിരിക്കുന്നുണ്ട്. എല്ലാവിധ നീർക്കെട്ടുകളും എല്ലാം കുറഞ്ഞു കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് 10 മിനിറ്റ് ദിവസേന ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളിപ്പോൾ എത്ര ദിവസമായി ചെയ്യുന്നത്? ഞാൻ ഇപ്പോൾ ഒരാഴ്ച ആവാനായി. എന്തെങ്കിലും ഒരു കാലിനും മാറ്റം തോന്നുന്നുണ്ട്. നോക്കുക, എൻ്റെ തെരുപ്പ് കുറയുന്നുണ്ടെന്നാണ് തോന്നുന്നത്. തെരുപ്പ് കുറയാൻ സാധ്യത ഉണ്ട് എന്നാണ് അവർ പറഞ്ഞു. ചെയ്തത് മെഡിക്കൽ ഷോപ്പിലെ ഒരു കമ്പൗണ്ടറാണ് പറഞ്ഞത്. എനിക്കിത് ചെയ്തു തന്നതും ഒരു കമ്പൗണ്ടറാണ്. ഇത് ഞാൻ ആ വകയിലാണ് വാങ്ങിച്ചത്. ആ കമ്പൗണ്ടർ പറഞ്ഞതുകൊണ്ടാണ് ഞാനും വേറെ 2-3 ആൾക്കാരും വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ഉപകരണമാണെന്ന് പറഞ്ഞ്. അതുകൊണ്ട് എല്ലാവിധ സംവിധാനങ്ങളും കിട്ടും. എത്ര പൈസയ്ക്കിന്? ഇതിന് ചുരുങ്ങിയ പൈസയുള്ളൂ, 150 രൂപയുള്ളൂ. നല്ലൊരു മെഷീനാണ്. എന്നോടും ചേട്ടോ പറയുന്നുണ്ട് ചന്ദ്രേട്ടൻ. പക്ഷെ എൻ്റെ കാലങ്ങ് വെക്കുമ്പോ നമുക്ക് മുള്ളി ഒരു ചരള് വെക്കൂ. കൂർത്ത പിന്നെ ഇതല്ലേ കരിങ്കല്ലിൻ്റെ ചെറിയ ചെറിയ പീസുമ്പോൾ ഇടുന്ന അമ്മോ ആയ്മ ചവിട്ടും പോലെ ഉണ്ട്. നിനക്ക് നിന്നൂടാ. അന്ന് നീറ്റ് കാലപ്പാട് പൊന്തിപ്പോയിക്കട്ടെ. പക്ഷേ നല്ലതാ എന്നാ പറയുന്നത്. നമ്മൾ ഈ വെരിക്കോസിൻ്റെ എല്ലുള്ളൊലിക്കെല്ലാം നല്ലതാ. പിന്നെ കാല് കടച്ചിലുള്ളൊലിക്കും നല്ലതല്ലേ? തെരുപ്പ് അതിനെല്ലാം നല്ലതാ. രക്തോട്ടമാണ് മെയിൻ ഉദ്ദേശം. രക്തം സർക്കുലേഷൻ വർദ്ധിപ്പിക്കും. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. പിന്നെ വെരിക്കോസിനും കുറവുണ്ടാവും എന്നാണ് പറയുന്നത്. പിന്നെ ആ ശരീരത്തിനുണ്ടാകുന്ന നീർക്കെട്ടുകളും കുറയും. അപ്പോൾ നമുക്കൊന്ന് വെച്ചോക്കിയാലോ? എനിക്ക് അതിൻ്റെ കൂർത്ത മുള്ള് കാണുമ്പോൾ ഞാനൊരു ദിവസം ഒന്നങ്ങ് വെച്ച്, രണ്ടാമത്തെ കാലം എനിക്ക് വെച്ചൂടെ അമ്മോ. അപ്പോഴത്തേക്ക് ഇതായിപ്പോയിക്ക്. അപ്പോൾ അത്രയും നല്ല ഇത് തന്നെയാണ്. എല്ലാവരും ഒന്ന് നോക്കണം അല്ലേ? ചവിട്ടിയിട്ട് ഇങ്ങനെയുള്ളൊരു ഗുളിക കുടിക്കാണ്ട് നമുക്ക് തെരുപ്പെല്ലാം പോവെങ്കിൽ സുഖമല്ലേ? വെരിക്കോസിൻ്റെ എല്ലാം പോവെങ്കിൽ 10 മിനിറ്റാണ് ഇതാകെ ചെയ്യേണ്ടത്. ഒരു ദിവസം രാവിലെ വെള്ളം കഴിച്ചിട്ട് ഇത് തുടരുക. 10 മിനിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ വൈകിട്ടും സന്ധ്യക്ക് ഇതുപോലെ ഒരു 10 മിനിറ്റ് അന്നേരം വെക്കാം. എല്ലാവിധ സംവിധാനവും ഉണ്ട്. 10 മിനിറ്റ് അന്നേരം വെച്ചാലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാകും ശരീരത്തിന്. രാവിലെ വെള്ളം കുടിച്ചിട്ടാ ഇത് തുടങ്ങണ്ടല്ലേ? വെള്ളം കുടിക്കുക. വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ പരിപാടി നടത്തുക. എന്തായാലും ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല പരിപാടി തന്നെ. എന്തായാലും ഇത്രയേ ഉള്ളൂ കുഞ്ഞ്. ഞാനാദ്യം വിചാരിച്ച് കൊണ്ടുവരുന്ന കണ്ടിട്ട് നമുക്കെന്തോ ചവിട്ടിയാറ്റാന്ന്. ഇത് തിന്ന സാധനം നോക്കുമ്പോൾ അല്ലേ ഇതാന്ന് മനസ്സിലാകുന്നത്. ഭയങ്കര ഇതാണ് സാധനം. കണ്ടോ, ഇതിൻ്റെ കംപ്ലീറ്റ് സ്ക്വയർ തീർത്ത് മുള്ളിൻ്റെ ആകൃതിയാണ്. പിന്നെ ഇവിടെ ഒരു തടിപ്പുണ്ട്. ഇതിൻ്റെ ഒരു മെയിൻ ഭാഗമാണിത്. ഇത് ചവിട്ടണ്ട. ഇതിൻ്റെ സൈഡിൽ അപ്പുറം ഇപ്പുറം കാല് വെക്കുക. ഇങ്ങനെ എന്നിട്ട് അമർന്നിട്ട് ഒരു ഭാഗം പൊന്തിക്കുക, ഒരു ഭാഗം താത്തുക, ഒരു ഭാഗം പൊന്തിക്കുക, ഒരു ഭാഗം താത്തുക. ഇങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. ഇത് ഒരു 10 മിനിറ്റ് ചെയ്താൽ എല്ലാം നല്ല വ്യത്യാസം ഉണ്ടാകും. അതാണ് എൻ്റെ സിസ്റ്റം. എന്നാൽ ശരി, എന്നെ നിർബന്ധിക്കുന്നുണ്ട്. ഞനക്കിത് ചെയ്യാനാകുമോ നിനക്കൊന്നുമില്ല. എന്തായാലും മെല്ലെ പതിയെ ചെയ്ത് വരാം. എനിക്കും പല പ്രശ്നങ്ങളുള്ളതല്ലേ.
അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കട്ടെ. നമുക്ക് ഗുളികയൊന്നും കുടിക്കാണ്ട് ഇങ്ങനെയെല്ലാം മാറുമെങ്കിൽ പിന്നെ അല്ലേ നമുക്കൊന്ന് ശ്രമിക്കുന്നതിനെന്താ. അപ്പോൾ നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്ക്. വീണ്ടും കാണാം. മോൾ എണീച്ചിട്ടില്ല.